പ്രേക്ഷകർക്ക് ബോറാവും അല്ലെങ്കിൽ ആവർത്തന വിരസത ഉണ്ടാവുമെന്ന് കരുതി ഇനി ഈ വിഷയത്തിൽ വീഡിയോസ് ഒന്നും ചെയ്യണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ ചിലത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്നും ഈ ക്രിസ്മസ് ദിനത്തിലും നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി സംഘപരിവാർ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമങ്ങൾ തുടരുകയാണ്. ഈ സംഭവങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് ആസാമിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്തകളാണ്. അസമിലും വ്യാപക ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാനിഗാവിലെ സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറി ക്രിസ്മസ് ട്രീ കത്തിച്ചു. ജയ് ശ്രീറാം, ജയ് ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ആക്രമണം. കണ്ടില്ലേ, വെറുപ്പിന്റെ അതിപ്രസരമാണ് നോർത്ത് ഇന്ത്യയിൽ എവിടെയും. സംഘപരിവാർ ഒരു മയവുമില്ലാതെ, ഒരു ദയവുമില്ലാതെ ക്രിസ്ത്യാനികളെ വേട്ടയാടുകയാണ്. ക്രിസ്മസിനെ അവർ ആക്രമിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി ക്രിസ്മസ് സന്ദേശമായി പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും വലിയ കോമഡി. ക്രിസ്മസിന്റെ ചൈതന്യം സമൂഹത്തിൽ ഐക്യവും നന്മയും പ്രചോദിപ്പിക്കട്ടെ. മോദിയുടെ ക്രിസ്മസ് സന്ദേശം ശിരസാ വഹിച്ച് ഒരു കുറവും വരുത്താതെ പ്രചോദനമായി എടുത്തുകൊണ്ട് സംഘികൾ തെരുവോരങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ ആ പ്രചോദന സന്ദേശം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരാളുണ്ട്, പാവങ്ങളുടെ പുണ്യാളനെന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ഒരാൾ. തൃശൂരിലെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. ഇന്നലെ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയെ വേദിയിലിരുത്തിക്കൊണ്ട് അവിടുത്തെ ഒരു കൗൺസിലർ, കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഒരു കൗൺസിലർ പറഞ്ഞ വാചകം ഇന്ന് ഏറെ പ്രസക്തമാണ്. വർത്തമാനകാല ഇന്ത്യയുടെ ചിത്രം കൃത്യമായി വരച്ചിടുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ക്രിസ്മസ് നാളുകളിൽ നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ, സ്ത്രീകൾ, അമ്മമാർ സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ക്ലേശവും സഹനവും സാക്ഷാൽ യേശു അനുഭവിച്ചതിനേക്കാളും വലുതാണ്, കടുപ്പമേറിയതാണ്. ആ കൗൺസിലർക്ക് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞത്, നിങ്ങൾ തിരുവനന്തപുരത്ത് എന്റെ വീട്ടിലേക്ക് വരൂ. എന്റെ വീട് ഈ ക്രിസ്മസ് നാളുകളിൽ ദീപാലങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആരെങ്കിലും അക്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളാണ്. ഈ രീതിയിലാണ് പാവങ്ങളുടെ പുണ്യാളൻ ഈ സംഭവത്തെ ന്യായീകരിച്ചത്. നോക്കൂ, മധ്യപ്രദേശിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന വേദിയിലേക്ക് അതിക്രമിച്ചു കയറി കാഴ്ചാപരിമിതിയുള്ള യുവതിയുടെ മുഖത്തിന് കുത്തിപ്പിടിച്ച സംഭവത്തിൽ ആരോപണം നേരിടുന്നതും പ്രതിസ്ഥാനത്ത് വന്നതും BJP നേതാവാണ്. അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശിലെ BJPക്കാരെതിരെ പ്രതികരിച്ച സംഭവം നിലനിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഈ രീതിയിൽ ന്യായീകരിച്ച് മെഴുകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ, കിരീടവും ചെങ്കോലും പഴക്കുലയും ഒക്കെയായി ഇടയ്ക്കിടെ നിങ്ങളുടെ ദേവാലയങ്ങളിലും ഇടവകകളിലും കയറിയിറങ്ങുന്ന ഇത്തരം മുന്നമാരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. അതോടൊപ്പം മുമ്പെങ്ങുമില്ലാത്ത വിധം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലും BJPയോട് ഒരു വിരോധവുമില്ലെന്നും വേണ്ടി വന്നാൽ ഏത് പാതിരാത്രിയിലാണെങ്കിലും BJP വിളിച്ചാൽ BJPയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറാണെന്നും പറഞ്ഞു നടക്കുന്ന ഈ വക പാതിരിമാരെയും നിങ്ങൾ പ്രത്യേകം കരുതിയിരിക്കണം.